BJPയുടെ വിധേയൻ, അതിൻ്റെ വിധേയൻ, ഇതിൻ്റെ വിധേയൻ. ഇത് വാസ്തവത്തിൽ പൗരൻ ചെയ്യേണ്ടത് അവൻ സുചിന്തിതമായിട്ട് ഇവരുടെ പ്രവർത്തികൾ കണ്ട് ഇവരെ തന്നെ ഇവരെ നമ്മൾ വാസ്തവത്തിൽ ശമ്പളം കൊടുത്ത് നമ്മൾക്ക് ഉദ്യോഗസ്ഥന്മാരായിട്ട് ഇരുത്തുന്ന ആളുകളാണ്. എങ്ങനെ ഇവരെ നേതാവെന്ന് വിളിക്കുന്നത് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. എവിടെയോ നമുക്ക് ഈ ഒരു വലിയ പ്രശ്നം നമുക്കുണ്ടായി. ഈ നമ്മുടെ തലച്ചോറിനെ പിടിച്ചെടുക്കുന്നത് അതിനകത്ത് മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. മാധ്യമങ്ങൾ ജനപ്രതിനിധികൾക്ക് വേണ്ടി വിഗ്രഹ നിർമ്മാണം ചെയ്യും. ഞാൻ പണ്ട് എഴുതിയിട്ടുണ്ട്, ഇവരുടെ ബ്യൂട്ടി പാർലറുകളാണ് ആയിട്ട് മാധ്യമങ്ങൾ മാറി. ഇവരെ വെള്ള പൂശുക, സ്വർണ്ണം പൂശുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് വളർത്തിപ്പോക്കി. അത് മാധ്യമങ്ങളുടെ വിൽപ്പനയുടെ ആവശ്യമല്ല. അപ്പം ഞാൻ പറഞ്ഞത്, മലയാളികൾ രാഷ്ട്രീയത്തെ വളരെ ഗൗരവമായ ഒരു പ്രക്രിയയായിട്ട് കാണുന്നതിന് പകരം നമ്മുടെ ഈ സമൂഹം എങ്ങനെ ജീവിക്കണം, എന്തു ഭക്ഷിക്കണം, നമ്മുടെ പിള്ളേർ എന്ത് പഠിക്കണം, നമ്മുടെ പിള്ളേരുടെ ഭാവി എന്താണ് എന്നൊക്കെ ഉള്ളതിനെ ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ തലച്ചോറിനെ ഇവർക്ക് എഴുതി കൊടുത്തു. മദ്യപാനികളെ പോലെ അല്ലെങ്കിൽ മദ്യം പോലെയോ മയക്കുമരുന്നോ പോലെയുള്ള ഒരു ആസക്തിയായിട്ട് മലയാളികൾക്ക് ഇത് മാറി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത് തമിഴ്നാട്ടിലും മറ്റു പലയിടത്തും ഇത് നടക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് നമ്മളിത് ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ഒരു ആസക്തിയായിരുന്നു ഞാൻ പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ ഇന്നും സാധിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മളെല്ലാം പങ്കുപിടിച്ച് പക്ഷം പിടിച്ച് ചിന്തിക്കുന്നവരായി രാഷ്ട്രീയത്തെ അതിൻ്റെ യഥാർത്ഥ അർത്ഥമായ രാഷ്ട്ര നിർമ്മാണം അല്ലെങ്കിൽ സമൂഹ നിർമ്മാണം എന്നുള്ള അർത്ഥത്തിൽ നിന്ന് ആര് ഫുട്ബോൾ മാച്ച്, ക്രിക്കറ്റ് മാച്ച് കാണുന്നവർ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ബുദ്ധിശൂന്യതയിലേക്ക് നമ്മളിവരെ മാറ്റി എന്നുള്ള കാര്യമാണ് അതിൽ ഞാൻ അവിടെ പറഞ്ഞത്.